next we are going to discuss the 10th chapter's question answer. Okay, देखिए फर्स्ट वन, फूल क्या सोच रहे हैं. फूल क्या सोच रहे हैं. फूल सोच रहे हैं कि हम बहुत हो जाए, भले ही टंडलों पर लगे लगे भले ही मुरझ जाए. ഇപ്പോൾ നമ്മൾ വലുതായിരിക്കുന്നു, ഇനി ഈ തണ്ടിൽ തന്നെ നമ്മൾ പോകെ പോകെ വളർന്ന് വാടിപ്പോവുകയും ചെയ്യുന്നു. സോ നെക്സ്റ്റ് വൺ, ഫൂൽ ഖിൽക്കർ ക്യാ കർനാ ചാത്തെ ഹെ. പൂവ് വലുതായിട്ട് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? फूल खिलकर अपने खुशबू चारों तरफ फैलाना चाहते हैं. फूल खिलकर अपने खुशबू चारों तरफ फैलाना चाहते हैं. ठीक है, देखिए थर्ड वन, बावरों से फूलों की क्या अपेक्षा है. വണ്ടുകളോട് പൂവുകൾക്കുള്ള അപേക്ഷ എന്താണ്? देखिए फूल चाहते हैं कि ബൗരെ ഉനെ സംഗീത സുനായേ. വണ്ടുകൾ അവരെ സംഗീതം മൂളി കേൾപ്പിക്കണം എന്നുള്ളതാണ് പൂവുകളുടെ ഒരു അപേക്ഷ. ഓക്കെ, സോ മൈ ഡിയേഴ്സ്, നെക്സ്റ്റ് വൺ, ഫൂലോ കി ഇച്ഛ കൈസെ പൂരി ഹുയി. എങ്ങനെയാണ് പൂവിൻ്റെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചത്? ഫൂലോ കി ഇച്ഛ പൂരി ഹുയി വേ ബഹുത് ഹോ ഗേ. അവ വലുതായി കഴിഞ്ഞിരിക്കുന്നു, പൂക്കൾ വലുതായി കഴിഞ്ഞിരിക്കുന്നു. വേ सॉरी चिल्ड्रन, वे हर जगह पर गिलकर मिलते हैं. सारा जगह में मिलकर रहते हैं. എല്ലാ പ്രദേശത്തും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അവ ഒരുമിച്ചാണ് കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്. ഉന്നി കഹി ബി ദേക്കോ തോ വേ മിൽക്കർ ഗിൽത്തെ ഹെ. എവിടെ നോക്കിയാലും പൂക്കൾ കൂട്ടം കൂട്ടമായി വിടർന്ന് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. സോ നെക്സ്റ്റ് വൺ, കവി പാഠകർക്ക് ക്യാ സന്ദേശ് ദേനാ ചാഹത്താ ഹെ. കവി എന്ത് സന്ദേശമാണ് റീഡേഴ്സിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? കവിനെ പാഠകർക്ക് സന്ദേശ് ദേനാ ചാഹത്തെ ഹെ കി സബ്സെ മിലോ ഖിൽക്കർ മിലോ. എല്ലാവരും കൂടിച്ചേർന്ന് പൂവിനെ പോലെ എല്ലാവരും കൂടിച്ചേർന്ന് പ്രവർത്തിക്കൂ എന്നാണ്. മിൽക്കർ ഖിലോ അർത്ഥാത് ആപസ് മേ സബ്കെ സാത്ത് പ്യാർ സേ രഹോ. അതായത് പൂവിനെ പോലെ എല്ലാവരും ഒരുമിച്ചിരിക്കും, മീൻസ് പരസ്പരമുള്ള സ്നേഹത്താലും ഐക്യത്താലും ജീവിക്കുക. സ്നേഹസെ മിൽ ജുൽക്കർ രഹ്നേസെ സബ് അച്ഛാ ഹോക. സ്നേഹത്താൽ വസിക്കുന്നത് മൂലം നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും, നല്ലത് മാത്രം നമുക്ക് സംഭവിക്കുന്നത്. അങ്ങനെ പൂവിനെ പോലെ എല്ലാവരും കൂട്ടത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് കവി ഇസ് പാഠ് സെ ഹംകോ ദേത്തെ ഹെ. ठीक है.